പ്രാഥമിക മത്സരത്തിൽ 5 ഹീറ്റ്സാണ് നടന്നത്. അതിൽ ഏറ്റവും പുറകിലായി ഫിനിഷ് ചെയ്ത സമയക്കുറവിൽ ചെയ്ത 4 വള്ളങ്ങളാണ് തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വള്ളങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം 4 വള്ളങ്ങളും ഏതാണ്ട് വലിയ വ്യത്യാസമില്ലാതാണ് ഫിനിഷ് ചെയ്തതുകൊണ്ട് തന്നെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം ഒരു ഫൈനൽ മത്സരത്തിന് ആവേശം വിതറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാണികൾ അത് കാണുന്നതിന് വേണ്ടി ആകാംക്ഷഭരിതരായി ഈ സ്റ്റേഡിയത്തിൻ്റെ ഇരുകരകളിലും തന്നെ ജിജ്ഞാസരായി കാത്തിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ കാണുന്നത്. ആരംഭിച്ചു കഴിഞ്ഞ് വള്ളം അല്പസമയത്തിനകം തന്നെ നമ്മുടെ ദൃശ്യത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് കാണാം. ഒപ്പത്തിനൊപ്പമാണ് ഓരോ വള്ളങ്ങളും തുഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ സമയ വ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ, അതായത് നെഹ്റു ട്രോഫി ചുണ്ടന്മാരുടെ മത്സരത്തിൽ ഓരോ ഹിറ്റ്സിലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട വള്ളങ്ങളുടെ അല്ലെങ്കിൽ 3-ാമത്തെ സമയക്രമം കുറിച്ച വള്ളങ്ങളുടെ ഫൈനലാണ് നടക്കുന്നത്. അതാണ് ലൂസേഴ്സ് ഫൈനൽ. ആ ലൂസേഴ്സ് ഫൈനലിൽ 3-ാം സ്ഥാനത്ത് എത്തിയ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ വള്ളങ്ങൾ നമ്മുടെ ദൃശ്യത്തിലേക്ക് കടന്നു വന്നു തുടങ്ങിയിരിക്കുന്നു. വാശിയേറിയ മത്സരം എന്ന് തന്നെ നമുക്ക് പറയാം. അത്യന്തം ആവേശകരമായ മത്സരം. ശ്രീവിനായകൻ അടക്കമുള്ള വള്ളങ്ങൾ അതിനകത്ത് ഉണ്ട്. അവർ ഇനി ഈ തേർഡ് ലൂസേഴ്സും സെക്കൻഡ് ലൂസേഴ്സിലും ഒക്കെ കടക്കുമ്പോൾ ഓരോ തട്ട് മറികടന്ന് പോകുന്തോറും ആവേശകരമായ മത്സരം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിൻ്റെ ഒരു തുടക്കം, അതായത് ആ ഒരു വള്ളംകളിയുടെ ഏറ്റവും ആവേശം നിറച്ചുകൊണ്ടുള്ള തുടക്കമാണ് ഈ തേർഡ് ലൂസേഴ്സ് ഫൈനൽ നടക്കുന്നത്. 16 വള്ളങ്ങളാണ് ഇന്ന് നടന്ന മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് തേർഡ് ലൂസേഴ്സിലും സെക്കൻഡ് ലൂസേഴ്സിലും ഒപ്പം തന്നെ ഫൈനൽ ലൂസേഴ്സിലുമായി എത്തുന്നത്. 19 വള്ളങ്ങൾ പങ്കെടുത്തതിൽ സമയക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച സമയം കുറിച്ച വള്ളങ്ങളുടെ അടിസ്ഥാനത്തിൽ 16 വള്ളങ്ങളാണ് ഇത്തരത്തിൽ തേർഡ് ലൂസേഴ്സ് ഫൈനലിലേക്ക് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2 വള്ളങ്ങൾ ഒരുമിച്ച് ഫിനിഷ് ചെയ്യുന്നു. മൂന്നാമത്തെ ട്രാക്കിലെയും മൂന്നാമത്തെയും രണ്ടാമത്തെയും ട്രാക്കിലെയും വള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് ഒപ്പത്തിന് തൊട്ട് പുറകിൽ തന്നെ 4-ാമത്തെ ട്രാക്കിലെ വള്ളവും വരുന്നു എന്നുള്ളതാണ്. 1-2 ഇഞ്ചോടിഞ്ച് പോരാടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 1-2 ലൂസേഴ്സ് ഫൈനലിലേക്ക് എത്തിയ 1-2 വള്ളങ്ങൾ എത്തുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഏറ്റവും ആവേശകരമായ നെഹ്റു ട്രോഫിയുടെ ഏറ്റവും ആവേശകരമായ കാഴ്ചയിലേക്ക് ഒപ്പത്തിനൊപ്പം 1-2 3 ട്രാക്കുകളിലെ വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം എത്തുന്നു. ലൂസേഴ്സ് ഫൈനലിൽ ആണെങ്കിൽ പോലും പോരാട്ടത്തിന് പുറകിൽ 19-ാം നമ്പർ വള്ളം 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 19-ാം നമ്പർ വള്ളമാണ് 1-ാം സ്ഥാനത്ത്. ആയാപറമ്പ് പാണ്ടിയാണ് 1-ാം സ്ഥാനത്ത്. തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ ആയാപറമ്പ് പാണ്ടിയാണ് 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സെക്കൻഡ് ലൂസേഴ്സ് ആരംഭിക്കും. നെഹ്റു ട്രോഫി ജലമേളയിൽ ശേഷമുള്ള മികച്ച സെക്കൻഡ് ലൂസേഴ്സിലേക്ക് എത്തുക. ഈ തേർഡ് ലൂസേഴ്സിനേക്കാൾ ആവേശകരമായിരിക്കും സെക്കൻഡ് ലൂസേഴ്സ് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഒപ്പത്തിനൊപ്പം വള്ളങ്ങളെ നമ്മൾ ആയാപറമ്പ് പാണ്ടി 5.37 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് തേർഡ് ലൂസേഴ്സ് ഫൈനലിന്റെ ജേതാക്കളായിരിക്കുന്നു. മനോഹരമായ പുന്നമടക്കായലിലെ അതിമനോഹരമായ കാഴ്ചകൾക്കാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത്. നേരിട്ട് കാഴ്ചക്കാരായ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആയാപറമ്പ് പാണ്ടി ഇപ്പോൾ 5.37 സെക്കൻഡിൽ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ 70-ാം നെഹ്റു ട്രോഫി വള്ളംകളിയിൽ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ വിജയായിരിക്കുന്നു.